വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള നല്ല ക്യൂട്ട് ടോപ്സുകളാണ് കാണിച്ചു തരുന്നത്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, സൈഡിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് കാണിക്കുന്ന എല്ലാ ടോപ്സും നല്ല അഫോർഡബിൾ റേറ്റിലുള്ള ടോപ്സുകളാണ്. പിന്നെ ഇന്ന് ആയിട്ടിരിക്കുന്ന ഈ ഒരു കുർത്ത സെറ്റ് ആമസോണിൽ നിന്നാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്കും താഴെ കൊടുക്കാം. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ടോപ്പാണ്. ഇങ്ങനെ ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന ടോപ്പാട്ടോ. എനിക്ക് ഈ ഒരു പ്രിന്റ് ഭയങ്കര ഇഷ്ടമായി. ഒരു കളർ കോമ്പിനേഷനും അടിപൊളിയാട്ടോ. വൈറ്റ് കളറിൽ ഇങ്ങനെ റോസ് ഫ്ലവേഴ്സ് ആണ് വരുന്നത്. അതിൽ ഇങ്ങനെ ലീവ്സും ഉണ്ട്. ഏകദേശം ഒരു ഹാഫ് സ്ലീവ് ആട്ടോ വരുന്നത്. പിന്നെ ഇത് കോളേർഡ് ആയിട്ടുള്ള ടോപ്പാണ്. ഇവിടെ ഓപ്പണബിൾ ആയിട്ടുള്ള ബട്ടൺസ് ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ നല്ല കോട്ടൺ മെറ്റീരിയലാണ്. പിന്നെ ഞാൻ ഇത് എടുത്തിരിക്കുന്ന 1 സൈസ് അപ്പ് ആട്ടോ. കറൻറ്റ്ലി എൻ്റെ നോർമൽ സൈസ് വരുന്നത് മീഡിയം ആണ്. ഞാൻ 1 സൈസ് അപ്പ് ആട്ടോ എടുത്തിട്ടുള്ള ലാർജ് സൈസ്. ലൂസ് ഫിറ്റ് ആകുമ്പോൾ ഇൻസൈഡ് ആക്കിയിട്ട് ഇടുമ്പോൾ ഞാൻ അധികം ഇൻസൈഡ് ആക്കിയിട്ടാണ് കേട്ടോ കുറച്ച് ലോങ് ആയിട്ടുള്ള ടോപ്സ് ഇടാറ്. അപ്പോൾ 1 സൈസ് അപ്പ് എടുക്കാറുണ്ട്, കുറച്ച് ലൂസ് ഫിറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് കോട്ടൺ കൂടെ അല്ലേ, അപ്പോൾ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ 1 സൈസ് അപ്പ് മേടിക്കുന്നത് നല്ലതായിരിക്കും. സ്ലീവിൻ്റെ അറ്റത്ത് എലാസ്റ്റിക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ബാക്ക്. മൊത്തം ഈ ഒരു പ്രിൻ്റ് ആട്ടോ വരുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഈ ഒരു ടോപ്പിന്. നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. ഇതിൻ്റെ മെറ്റീരിയലൊക്കെ അടിപൊളിയാട്ടോ, നല്ല കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്തത് എല്ലാ ഡിസ്കൗണ്ടും കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് തൊട്ട് ഞാൻ പറയുന്നത്. ഞാനത് പർച്ചേസ് ചെയ്ത് 297 റുപ്പീസിനാണ്. പിന്നെ ഈ ഒരു ടോപ്പിൻ്റെ വേറെ 4 കളർ ചേഞ്ചസും അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഡെനിം സ്കേർട്ടിൻ്റെ കൂടെയാണ് എല്ലാം സ്റ്റൈൽ ചെയ്യുന്നത്. ആ ഒരു സ്കേർട്ട് ഞാൻ മിന്ത്രയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് ബ്ലാക്ക് ഷെഫ്ലി ടോപ്പാണ്. ഈ ഒരു മോഡൽ ടോപ്പിൻ്റെ വൈറ്റ് കളർ ഞാൻ എൻ്റെ മുന്നത്തെ ഹോൾ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ റീൽസിലൊക്കെ സ്റ്റൈൽ ചെയ്തപ്പോൾ കുറേ പേര് അതിൻ്റെ ലിങ്കൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. ഇപ്രാവശ്യം ഞാൻ അതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡാണ് പർച്ചേസ് ചെയ്തത്. ഇത് ഒരു ഷെഫ്ലി മോഡൽ ടോപ്പാണ്. ഇങ്ങനെ കോളർ വരുന്നുണ്ട്, ഓപ്പണബിൾ ആയിട്ടുള്ള ബട്ടൺസ് ആണ്. ഷോർട്ട് സ്ലീവ് ആണ്. സ്ലീവിൻ്റെ അറ്റത്ത് ഇങ്ങനെ പടിയുണ്ട്. ഇവിടെ ചെറുതായിട്ട് പഫ് ഉണ്ട്. പിന്നെ ഇതിനാണെങ്കിൽ ലൈനിങ് വരുന്നുണ്ട്. ബാക്കിൽ ഇങ്ങനെയാണ്. ഞാൻ ഇതിൻ്റെ ക്ലോസപ്പ് കാണിച്ചു തരാവേ. നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. നല്ല കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. പിന്നെ ഇതിൻ്റെ വൈറ്റ് കളറും ഈ ഒരു ലിങ്കിൽ അവൈലബിൾ ആണ്. പിന്നെ വേറെ ഒരു മോഡൽ ടോപ്പും ഈ ഒരു ലിങ്കിൽ സെയിം ലിങ്കിൽ അവൈലബിൾ ആട്ടോ. അതിൻ്റെ ബ്ലാക്കും വൈറ്റും അവൈലബിൾ ആണ്. ഞാൻ ബ്ലാക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് ഒരു 1 സൈസ് അപ്പ് ആട്ടോ. ഇൻസൈഡ് ആക്കിയിട്ടാണ് ഞാനിവിടെ സൈഡിൽ സ്റ്റൈൽ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്ത് 410 റുപ്പീസിനാണ്. അപ്പോൾ സെയിം ലിങ്കിൽ നിന്ന് ഞാൻ വേറെ ഒരു ടോപ്പ് പർച്ചേസ് ചെയ്തിട്ടില്ല, അതാണ് ഇത്. ബ്ലാക്ക് ഷെയ്ഡാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ കുറച്ചൊരു പോളിസ്റ്റർ ടൈപ്പ് മെറ്റീരിയൽ ആട്ടോ. ഷോർട്ട് സ്ലീവ്സ് ആണ് വരുന്നത്. പിന്നെ അറ്റത്താണെങ്കിൽ ഇങ്ങനെ വലിയ ലേസ് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വിഡ്ത്ത് ഉണ്ട് കേട്ടോ ലേസിന്. അതുപോലെ തന്നെ ഇവിടെ ലേസ് ഉണ്ട് നെക്കിൽ. ഓപ്പണബിൾ ആയിട്ടുള്ള ബട്ടൺസ് ആണ്. ഇതിനാണെങ്കിലും ലൈനിങ് വരുന്നുണ്ട്. ബാക്ക് ഇങ്ങനെയാണ്. ഇതും ഞാൻ 1 സൈസ് അപ്പ് ആട്ടോ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് 340 റുപ്പീസിനാണ്. പിന്നെ ഇതിൻ്റെ വൈറ്റ് ഷെയ്ഡും അവൈലബിൾ ആട്ടോ. അടുത്തത് ഈ ഒരു ക്യൂട്ട് ടോപ്പാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ടോപ്പാണ്. അപ്പോൾ ഇതിലാണെങ്കിൽ ഇങ്ങനെ ഫ്ലോറൽ പ്രിൻ്റാണ് വരുന്നത്. ഈ ഒരു കളർ കോമ്പിനേഷനും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ പിക്ചർ വെച്ച് കമ്പയർ ചെയ്യുമ്പം പിക്ചറിൽ കുറച്ചുകൂടി ഒരു ലൈറ്റർ ഷെയ്ഡാട്ടോ. ഓഫ് വൈറ്റ് എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതാണെങ്കിൽ നേരിട്ടൊരു ബേജ് കുറച്ചുകൂടി യെല്ലോയിഷ് ടോണുള്ള ഷെയ്ഡാണ്. അപ്പോൾ പിക്ചർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ കളർ ഡിഫറൻസ് ഉണ്ട്. ലോങ് സ്ലീവ്സ് ആണ്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ ജോർജറ്റ് ആട്ടോ. കുറച്ച് സീത്രൂ ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇന്നർ വെയർ വേണം ഇടാൻ. ഞാനിവിടെ സൈഡിൽ സ്റ്റൈൽ ചെയ്തിട്ടിരിക്കുന്ന ഒരു ന്യൂഡ് ഷെയ്ഡ് വരുന്ന കാമിസോളിൻ്റെ കൂടെയാണ്. ഇങ്ങനെയാണ് ബാക്ക് വരുന്നത്. ഞാനിത് 1 സൈസ് അപ്പ് ആട്ടോ പർച്ചേസ് ചെയ്ത് ലാർജ് സൈസ്. കുറച്ച് ലൂസ് ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നത് മീഡിയം ആയിരുന്നെങ്കിൽ ഇത് കുറച്ച് ടൈറ്റ് ആയേനെ. റിലാക്സർ ഫിറ്റ് ആകാൻ നോക്കുന്നെങ്കിൽ 1 സൈസ് അപ്പ് മേടിച്ചേടെ കേട്ടോ. ഞാൻ മീഡിയം മേടിച്ചിരുന്നെങ്കിൽ കുറച്ചിങ്ങനെ ഫിറ്റഡ് ആയിട്ട് ഇരുന്നേനെ. അപ്പം കുറച്ച് നല്ല റിലാക്സ്ഡ് ഫിറ്റ് അല്ലെങ്കിൽ ലൂസ് ഫിറ്റ് വേണമെങ്കിൽ
നിങ്ങൾ 1 സൈസ് അപ്പ് മേടിച്ചേരെ, അതായിരിക്കും നല്ലത്. ഞാൻ അത് പർച്ചേസ് ചെയ്തത് 287 റുപ്പീസിനാണ്. കുറച്ച് സീത്രൂ ആയിട്ടുള്ള മെറ്റീരിയലാണ്. പിന്നെ ഇതിനാണെങ്കിൽ ലൈനിങ് ഒന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇന്നർ വെയർ വേണം അതിൻ്റെ ഉള്ളിലിടാൻ. അടുത്തത് ഈ ഒരു ക്യൂട്ട് ടോപ്പാണ്. ഇതിൻ്റെ വേറൊരു പ്രിൻ്റ് വരുന്നത് ഞാൻ എൻ്റെ മുന്നത്തെ ഒരു ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സെയിം ഫീച്ചേഴ്സാണ്. അത് ഞാൻ വേറെ ലിങ്ക് നട്ടോ പർച്ചേസ് ചെയ്തേ. അപ്പോൾ ഏകദേശം ഒരു ഹാഫ് സ്ലീവ് ആണ്, എന്ന് വെച്ചാൽ എൽബോൻ്റെ മേളിലാട്ടോ നിൽക്കുന്ന സ്ലീവ്സ്. പിന്നെ ഇവിടെ എലാസ്റ്റിക് ഉണ്ട്, ചെറുതായിട്ട് പഫ് വരുന്നുണ്ട്. പിന്നെ ഇതിനാണെങ്കിൽ ഈ ഒരു പാർട്ടിൽ ലൈനിങ് ഉണ്ട് കേട്ടോ. ആൻഡ് സൈഡിൽ സിബ് ഉണ്ട്. അപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്തേ എൻ്റെ യൂഷ്വൽ സൈസിലാട്ടോ. മീഡിയം സൈസ് എനിക്ക് കറക്റ്റാണ്. കാരണം ഞാൻ മുന്നേ പർച്ചേസ് ചെയ്തത് മീഡിയം സൈസായിരുന്നു, എനിക്കത് കറക്റ്റ് ഫിറ്റ് ആയിരുന്നു. പിന്നെ ഇതാണെങ്കിൽ ഇൻസൈഡ് കുറച്ചൊരു ഷോർട്ട് ആയിട്ടുള്ള ടോപ്പാണ്. അപ്പോൾ ഞാൻ മീഡിയം സൈസ് തന്നെയാണ് പർച്ചേസ് ചെയ്തത് 237 റുപ്പീസിനാണ്. നെക്സ്റ്റ് ഈ ഒരു ടോപ്പാണ്. നല്ല ബ്യൂട്ടിഫുൾ പ്രിൻറ്റിൽ വരുന്ന ടോപ്പാണ്. ഇങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ സ്പ്രെഡായിട്ടിരിക്കുന്ന ഒരു മോഡലാണ്. പിന്നെ പിക്ചർ വെച്ച് കമ്പയർ ചെയ്യുമ്പം നേരിട്ടിത് കുറച്ചുകൂടി ഒരു ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ പഫ് സ്ലീവ്സ് ആണ്, അറ്റത്ത് എലാസ്റ്റിക് വരുന്നുണ്ട്, വീനെക്കാണ്. പിന്നെ സൈഡിൽ സിബ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിനാണെങ്കിൽ ലൈനിങ് വരുന്നുണ്ട്, സ്ലീവ്സിൽ ലൈനിങ് ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ ഞാൻ വൺ സൈസ് ഡൗൺ ആട്ടോ പർച്ചേസ് ചെയ്തത്. കാരണം ഈ ഒരു ലിങ്കിൽ നിന്ന് ഞാൻ പണ്ട് മീഡിയം സൈസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നേ, വേറെ ഒരു മോഡൽ. അപ്പോൾ അതാണെങ്കിൽ എനിക്ക് ചെറിയ രീതിയിൽ ലൂസായിരുന്നു. അപ്പോൾ ഞാൻ സ്മോൾ സൈസാണ് പർച്ചേസ് ചെയ്തത്. പക്ഷേ സ്മോൾ സൈസ് ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഫിറ്റഡ് ആയിട്ടാട്ടോ വരുന്നത്. എനിക്ക് തോന്നുന്നത് മീഡിയം സൈസ് തന്നെയാണ് എനിക്ക് കറക്റ്റ്. കുറച്ച് ലൂസായി കിടക്കുന്നതേ ഉള്ളൂ, ഓൾട്ടർ ചെയ്തിട്ടാണെങ്കിലും ശരിയാക്കാം. പിന്നെ ഇതിൻ്റെ ആണെങ്കിൽ വേറെ പല പ്രിൻറ്റ്സ് അവൈലബിൾ ആണ്. ഞാനിത് പർച്ചേസ് ചെയ്തത് 323 റുപ്പീസിനാണ്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ യൂഷ്വൽ സൈസ് തന്നെ പർച്ചേസ് ചെയ്യുക. അടുത്തത് ഈ ഒരു ടോപ്പാണ്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയലാണെങ്കിൽ ജോർജറ്റ് ആണ്, ഷോർട്ട് സ്ലീവ്സ് ആണ് വരുന്നത്. പിന്നെ നെക്കിൽ ഫ്രണ്ടിലും ബാക്കിലും ഇവിടെ എലാസ്റ്റിക് ഉണ്ട്, ഇവിടെ എലാസ്റ്റിക് ഉണ്ട്. ഒരു ക്രോപ്പ് ടോപ്പ് ആട്ടോ ഇത്. പിന്നെ സ്ലീവ്സിൻ്റെ അറ്റത്തും എലാസ്റ്റിക് ഉണ്ട്. ഇതിൻ്റെ വേറെ കുറേ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്ത ലാർജ് സൈസിലാട്ടോ. എനിക്കാണെങ്കിൽ ഇവിടെയൊക്കെ ഓക്കെ ആണ്. ഇവിടെ കുറച്ചിങ്ങനെ ഇവിടെ എലാസ്റ്റിക് ഉള്ളതുകൊണ്ട് ഇവിടെ കുറച്ചിങ്ങനെ ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു എലാസ്റ്റിക് ചെറിയ രീതിയിൽ ടൈറ്റാട്ടോ, ബാക്കിയെല്ലാം ഓക്കെ ആണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് ലൈനിങ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേറെ കുറേ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. ജോർജറ്റ് മെറ്റീരിയലാണ് വരുന്നത്. ഞാനിത് പർച്ചേസ് ചെയ്തത് 242 റുപ്പീസിനാണ്. സോ ഇതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.